എസ് രാജമൌലിയും മഹേഷ് ബാബുവും ഒന്നിക്കുന്ന ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. SSMB29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ പിന്തുണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. നിലവിൽ ഒഡീഷയിലെ കോരാപുട്ടിയിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. ഇതിനിടെ വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ ചോർന്നത് വലിയ വാർത്തയായിരുന്നു. മഹേഷ് ബാബുവും മലയാളി താരം പൃഥ്വിരാജും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ചോർന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ സിനിമയുടെ സെറ്റിൽ സുരക്ഷ കർശനമാക്കിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. സിനിമയിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ അടങ്ങുന്ന രംഗമാണ് ലീക്കായത്. ലൊക്കേഷനിലെ ഒരു വാഹനത്തിൽ നിന്ന് മൊബൈൽ ഫോൺ ക്യാമറയിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ രാജമൌലിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോഴത്തെ വീഡിയോ ചോർന്ന സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ തീരുമാനമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. നേരത്തെ സിനിമയ്ക്കായി ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിക്കുന്നതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളും ചോർന്നിരുന്നു. തുടരെ സിനിമയുടെ വിവരങ്ങൾ ലീക്കാകുന്നതിൽ അണിയറ പ്രവർത്തകർ ആശങ്കയിലാണ്. രംഗങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങൾ തന്നെ ഉയരുന്നുണ്ട്. ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. 1000 മുതൽ 1300 കോടി വരെ ബജറ്റിലാകും SSMB29 ഒരുങ്ങുക. പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. 2028 ചിത്രം റിലീസ് ചെയ്യുക. രാജമൌലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് SSMB29 വേണ്ടി തിരക്കഥയൊരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജയേന്ദ്ര പ്രസാദ് പറഞ്ഞത്. പാൻ ഇന്ത്യൻ വിജയം തുടരാൻ ദുൽഖർ വീണ്ടും എത്തുന്ന വാർത്ത ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരുന്നു. അടുത്ത ഹിറ്റടിക്കാൻ കച്ചകെട്ടിയിരിക്കുകയാണ് ദുൽഖർ. ഇനി കളത്തിൽ കാന്ത വാഴുമെന്ന് ഉറപ്പാണ്. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രമാണ് കാന്ത. സെൽവമണി സെൽവരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു. ഈ മാസം ചിത്രത്തിന്റെ ടീസർ പുറത്തുവിടാൻ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തതായും റാണ ദഗുപതിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തതായി പുറത്തുവിടുമെന്നും സൂചനകളുണ്ട്. നേരത്തെ പുറത്തുവിട്ട ദുൽഖറിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തിയുടെ കഥ പറഞ്ഞു പോകുന്നത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ്, റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ജോം വർഗീസ്, പ്രശാന്ത് പോട്ട്ലൂരി തുടങ്ങിയവരും ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ്. വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാണ്. ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം മനുഷ്യവികാരങ്ങളുടെ ആഴം പിടിച്ചെടുക്കുമെന്ന മനോഹരമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും പാൻ ഇന്ത്യയിൽ തന്നെ ഹിറ്റടിക്കാൻ പോകുന്ന ദുൽഖറിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.